എന്തിനാ കലണ്ടറൊക്കെ കൊണ്ടുവന്ന്? ആ പുതിയ കൊല്ലം വരികയില്ലേ, അച്ഛന്റെ ശ്രാദ്ധം, തെറ, ഉത്സവം ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാന്ന് വിചാരിച്ചു. മന്നൻ ജയന്തി മകരമാസമായാൽ ആയല്ലോ. മകരമാസം 8-ാം തീയതി ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനുവരി 22-ന്. കനാല് തുറക്കുന്ന ദിവസമാണോ? കനാല് തുറക്കുന്നതല്ല, അച്ഛന്റെ ശ്രാദ്ധം. ആ കനാല് തുറക്കുന്നതിന് മുമ്പ് കൊയ്ത്ത് കഴിയണം. അതിന് വേണ്ടിട്ടാ. ഇതെങ്ങനെയാന്ന് പറഞ്ഞു കേൾപ്പിച്ച. കനാല് മാത്രമല്ല തുറക്കേണ്ടി വരാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറെ നേരമായി ഒച്ചിടുന്നു. ഇന്ന് അമാവാസിയും വെള്ളിയാഴ്ചയൊക്കെ ഒരുമിച്ചാണല്ലോ. ഒരു കേൾക്കണ്ട, ഒരു ചെവി കേൾക്കി അസലായിട്ട്. ഇത് കലണ്ടർ എല്ലാ ദിക്കിലും ഒരേപോലെ, എല്ലാ പാർട്ടിക്കാരും അല്ല എല്ലാ കമ്പനിയും ഒരേപോലെ കലണ്ടർ അടിക്കാം. ചെവിയോ കേൾക്കില്ല. ഏട്ടൻ എന്തിനാ ഇയാളോട് ഇങ്ങനെ സംസാരിക്കാൻ? എങ്ങനെയാ ഓരോന്ന് ചോദിച്ചാ പറയാണ്ടിരിക്കുക? കഴിഞ്ഞ തവണ ഇല്ലത്ത് വന്നിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്നറിയോ? എല്ലാ ദുശീലങ്ങളും ഉണ്ട്. കള്ളുകുടി, സിഗരറ്റ് വലി, മുറുക്കല്. ഇതാണ് ഏറ്റവും വയ്യാത്തത്. എല്ലാം അടുത്ത് തുപ്പി 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 വെറ്റിലേന്റെ ഭംഗി നോക്കിയിരിക്കും. ഇതെവിടുന്നാ വെറ്റില? ₹2 ഇവിടെ വെക്കോ. എന്റെ ഏട്ടാ, ഇത്തരക്കാരെയൊക്കെ സഹവാസം അത്ര നല്ലതല്ല. ഈ കേട്ടിട്ടില്ലേ, മുല്ലപ്പൂമ്പൊടി കേൾക്കും കല്ലിന് മുന്നത്ത്. അതുപോലെ ചന്ദനചാര്യ ചന്ദനം വന്നു, ചാണചാര്യ പറയേ വേണ്ട. കഴിയുന്നതും എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കൂടെ? ചേട്ടാ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കിക്കളെ. ഈ മനുഷ്യന്റെ അടുത്ത് അങ്ങനെ കൂട്ടുകൂടാൻ നിൽക്കണ്ട. മാത്രല്ല ഫോണും തോണ്ടാൻ തുടങ്ങിയപ്പോ കഥ പറഞ്ഞും ചായ കഴിച്ചൊക്കെ പോവാറുള്ളൂ സാധാരണ. ഇതിപ്പോ എല്ലാ കാര്യം അറിയും വേണല്ലോ. സകല ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ ചുണ്ടനക്കണ കേട്ടാ ചോദിക്കും ഇപ്പൊ എന്താ പറയണെന്ന്. എല്ലാം അറിയണം. വർഷങ്ങളെ അങ്ങനെയാണ്. ചെവി കേൾക്കാത്തവർക്ക് എല്ലാത്തിനും സംശയമാവുക. നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഈ സാധനം കണ്ടുണ്ടോ? ഇതേ എന്റെ ചിറ്റശീന്റെ മകൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നാ. ഇതൊരു മൊട്ട് സൂചി വീണാൽ ഇതിൽ കേൾക്കും കേട്ടോ. എന്നാ സജ്ജേട്ട് ഞങ്ങളങ്ങോട്ട്